السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين، وأصلي وأسلم على خاتم الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين، أما بعد. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم إنا نعوذ بك من علم لا ينفع، ومن قلب لا يخشع، ومن نفس لا تشبع، ومن دعوة لا يستجاب لها. اللهم إنا نسألك حبك وحب من يحبك وحب عمل يقربنا إلى حبك يا رب العالمين. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീന് കേൾക്കാനും അത് ആയത്തിൽ പഠിക്കാനും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളവരെ, അറിവ് കേൾക്കുക എന്ന് പറയുന്നത് ഈ കാലത്ത് വലിയൊരു അനുഗ്രഹമാണ്. ഒരുപാട് സദസ്സുകൾ, ഹറാമിൻ്റെ സദസ്സുകൾ ഉള്ള ഒരു കാലത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉള്ള ഒരു സദസ്സിൽ ഇരിക്കാൻ കഴിയുക എന്നുള്ളത്, അതിൽ പങ്കുകൊള്ളാൻ സാധിക്കുക എന്നുള്ളത് അള്ളാഹു നമ്മൾക്ക് തന്ന ഒരു വലിയ തൗഫീഖായി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കിതാബ് അതിൻ്റെ അവസാനത്തിലേക്ക് അടുക്കുകയാണ്. ഇനി ഒരു 2-3 കായികകൾ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്രന്ഥം അവസാനിക്കും. ബഹുമാനിയ പണ്ഡിതൻ അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മൻദൂമത്തുൽ ഖവാഇദുൽ ഫിഖ്ഹിയ, അൽ ഖവാഇദുൽ ഫിഖ്ഹിയ എന്ന വൈജ്ഞാനിക ശാഖയിൽ, കർമ്മശാസ്ത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ പൊതുനിയമങ്ങൾ എന്ന ഒരു വൈജ്ഞാനിക ശാഖയുടെ അതിൻ്റെ ഒരു തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രന്ഥം, ഒരു മൻദൂമ രൂപത്തിൽ, ഒരു കവിത രൂപത്തിൽ അദ്ദേഹം എഴുതുകയുണ്ടായി. അതാണ് നമ്മൾ പഠിക്കുന്നത്. അതിലിനി നമ്മൾ പറയാനുള്ളത് 41-ാമത്തെ ബൈത്താണ്. 40 ബൈത്തുകളാണ് നമ്മൾ ഇത്ര കാലത്തിനടുക്ക് ഓതിയത്, പഠിച്ചത്, അല്ലെങ്കിൽ നമ്മൾ കേട്ടത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 41-ാമത്തെ ബൈത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ വരി, വകുല്ലു ശർത്തിൻ ലാസിമുൻ ലിൽ ആഖിദി ഫിൽ ബൈഇ വന്നിക്കാഹി വൽ മഖാസിദി ഇല്ലാ ശുറൂതൻ ഹല്ലലത് മുഹറമ ഔ അഖ്സഹു ഫബാത്തിലാതുൻ ഫഅലമാ. വകുല്ലു ശർത്തിൻ, എല്ലാ ഷർത്തുകളും നിബന്ധനകളും, ലാസിമുൻ ലിൽ ആഖിദി, ആരാണോ ആ ഷർത്ത് കൈകൊള്ളുന്ന ആള്, കച്ചവടക്കാരായിരിക്കാം, അയാൾക്ക് ഒരു അഖ്ദ്, ഒരു ഉടമ്പടി, പരസ്പരം കച്ചവടത്തിൽ ഏർപ്പെടുന്നവർ, പരസ്പരം നിക്കാഹിൽ ഏർപ്പെടുന്നവർ, അല്ലെങ്കിൽ പരസ്പരം മറ്റെന്തെങ്കിലും ഇടപാടുകളിൽ ഏർപ്പെടുന്ന ആഖിദീങ്ങൾ, അയാൾ ഷർത്ത് വെച്ചാൽ ആ ഷർത്ത് പാലിക്കേണ്ട കടമ, നിബന്ധനകൾ പാലിക്കേണ്ട കടമ അയാൾക്കുണ്ട്, അയാൾ അനിവാര്യമാണ്. അത് ബൈഇലായാലും ഫിൽ ബൈഇ, കച്ചവടത്തിലായാലും, വൻ നിക്കാഹി, നിക്കാഹ് പോലെയുള്ള ഇടപാടുകളിലാണെങ്കിലും, വൽ മഖാസിദി, മറ്റ് ലക്ഷ്യങ്ങളിലാണെങ്കിലും ശരി, ഷർത്തുകൾ പരസ്പരം വെച്ചാൽ അത് പാലിക്കേണ്ട കടമ മുസ്ലിമീങ്ങൾക്കുണ്ട്. ഇല്ലാ ശുറൂത്തൻ, ചില ഷർത്തുകൾ ഒഴിച്ച്, ചില നിബന്ധനകൾ പാലിക്കേണ്ടതില്ല. ആ നിബന്ധനകൾ ഹല്ലലത്ത് മുഹറമ, ഹറാമായ ഒരു കാര്യത്തെ ഹലാലാക്കുന്നുണ്ട്. ഔ അഖ്സഹു, അല്ലെങ്കിൽ നേരെ തിരിച്ച് ഹലാലിനെ ഹറാമാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹറാമിനെ ഹലാലാക്കുന്നുണ്ട്. തിരിച്ച് വന്നാലും, അതായത് ശരീഅത്തിനെതിരായി കഴിഞ്ഞാൽ ആ നിബന്ധനകൾ ഫബാത്തിലാത്തുൻ, അപ്പോൾ അവയെല്ലാം തന്നെ ബാത്തിലുകളാണ്, നിരർത്ഥകമാണ്, അത് പാലിക്കേണ്ടതില്ല. ഫഅലമ, അത് നീ അറിഞ്ഞുകൊള്ളുക. ഫഅലമൻ എന്നാണ് ബൈത്തിന് വേണ്ടി, ഫഅലമ, നീ അത് അറിഞ്ഞുകൊള്ളുക എന്ന് ഷെയ്ഖ് പറയുന്നു. അപ്പൊ ഈ ഖായിദ എന്താന്ന് വെച്ചാല്, പൊതുവെ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു ഖായിദയാണ് അൽ മുസ്ലിമൂന അല ശുറൂത്തിഹിം. മുസ്ലിമീങ്ങൾ അവർ പരസ്പരം വെക്കുന്ന ഷർത്തുകൾ പാലിക്കേണ്ട കടമ അവർക്കുണ്ട്. അപ്പൊ നമ്മൾ പരസ്പരം ഒരുപാട് ഇടപാടുകൾ ചെയ്യുമ്പോൾ, ഒന്ന്
ആ കച്ചവടത്തിനോ അല്ലെങ്കിൽ ആ നമ്മൾ ചെയ്യുന്ന ഇടപാടിനോ ശറഅ് കൽപ്പിച്ച ചില നിബന്ധനകൾ ഉണ്ടാവും, അതെന്തായാലും പാലിക്കണം. ഇപ്പൊ നമ്മളൊരു അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ ഒരു ഷർത്തുകൾ ഉണ്ടാകും, അതൊരിക്കലും കളയാൻ സാധിക്കുകയില്ല, അതെന്തായാലും പാലിക്കണം. അപ്പൊ കച്ചവടം എടുത്താൽ, കച്ചവടം ഉദാഹരണം എടുക്കുക. കച്ചവടത്തിൽ അള്ളാഹു വെച്ച ചില നിബന്ധനകളുണ്ട്. ഒന്ന്, രണ്ട് ഭാഗത്തുനിന്നും തൃപ്തി വേണം. തൃപ്തി ഇല്ലെങ്കിൽ ആ കച്ചവടം സാധുവാകൂല. പിന്നെ എന്താണോ വിൽക്കുന്നത് ആ വിൽക്കുന്നതിനെ പറ്റി കൃത്യമായ അറിവുണ്ടാകണം, വില കൃത്യമായി നിശ്ചയിക്കണം. അതേപോലെ തന്നെ കച്ചവടം നടത്തുന്ന ആൾക്ക് ബുദ്ധി ഉണ്ടാകണം. ഇങ്ങനെയുള്ള നിബന്ധനകളൊക്കെ നമ്മൾ പൊതുവെ കച്ചവടത്തിലുള്ള ഷർത്തുകളാണ്. എന്നാൽ ഒരാൾ അതിനധികമായി ഷർത്ത് വെച്ചാൽ അത് പാലിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരാൾ പറഞ്ഞു, പിന്നെ ഖിയാർ ഒരു 3 ദിവസം ഞാൻ നോക്കും. ഖിയാർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് നേരം കച്ചവടത്തിന് ഖിയാർ ഉണ്ട് എന്ന് പറയും. കച്ചവടത്തിന് എന്തുണ്ട്? ഖിയാർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് അത് കച്ചവടം ഒഴിവാക്കാനും കച്ചവടം പൂർണ്ണമായി നടത്താനും ഉള്ള അയാളുടെ ആ ചൂസ് ചെയ്യാനുള്ള, തെരഞ്ഞെടുക്കാനുള്ള അയാളുടെ അവസരമാണ്. അപ്പോൾ ഖിയാറുൽ മജ്ലിസ് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പിരിയുന്നതിന് മുമ്പ് എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കച്ചവടം ഡ്രോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഇയാൾ ഷർത്ത് വെക്കാണ്, എനിക്കൊരു 2 ദിവസം തരണം, ഞാൻ ഈ സാധനം ഒന്ന് ഉപയോഗിച്ച് നോക്കട്ടെ, എന്നിട്ട് എനിക്ക് പറ്റിയ നമുക്ക് കച്ചവടം നടത്താം, ഇല്ലെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കാം. അങ്ങനെ ഷർത്ത് വെച്ചിട്ടാണ് ആ കച്ചവടം നടന്നതെങ്കിൽ അത് പാലിക്കൽ നിബന്ധനയാണ്. ഈ കച്ചവടം വേണ്ട, ഒരാൾ ഒരു ഷർത്ത് വെക്കുകയാണ്, പിന്നെ ഒരു സ്ത്രീ ഷർത്ത് വെക്കുകയാണ്, പിന്നെ നമുക്ക് മനസ്സിലാണ് ഒരു ഷർത്ത് പറഞ്ഞാണ്. ഒരു സ്ത്രീ ഷർത്ത് വെക്കുകയാണ്, കല്യാണം കഴിക്കുമ്പോൾ ഒരു പെണ്ണ് ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ ഉണ്ടായിരിക്കുക വേറൊരു പെണ്ണിനെയും കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോ ഈ കായിക വെച്ച് നമുക്ക് സംശയം തോന്നാം, ഇത് ഹലാലായ ഒരു കാര്യത്തെ തടയല്ലേ, അപ്പൊ ആ ഷർത്ത് പാലിക്കേണ്ടതില്ലല്ലോ എന്ന് തോന്നാം. പക്ഷെ ആ ഏത് ഷർത്തും ഹലാലായ കാര്യത്തെ തടയുന്നുണ്ട്. ഏത് നിബന്ധനയും ഹലാലായ കാര്യത്തെ എന്ത് ചെയ്യും? തടയുക എന്നുള്ളതല്ല, നല്ല വബുച്ച് ചെയ്യുക, അത് കൃത്യമായി പഠിക്കുക. ഹലാലിനെ ഹറാമാക്കിയാൽ എന്ത് ചെയ്യരുത്? ആ ഷർത്ത് പാലിക്കേണ്ടതില്ല, ശറഈനെതിരാണ്, അതിന് തെളിവുകളുണ്ട്. എന്നാൽ ഹലാലിനെ തടഞ്ഞതുകൊണ്ട് ആ ഏത് ഷർത്തും എന്ത് ചെയ്യും? ഒരു ഹലാലായ കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യും? തടയും. അപ്പൊ നിബന്ധന വെച്ചാൽ തന്നെ ഒരു ഹലാലായ കാര്യം തടയപ്പെടും. അപ്പൊ ആ പെണ്ണ് അങ്ങനെ ഷർത്ത് വെച്ചാൽ അവൾ ഉണ്ടായിരിക്കുക വേറൊരു പെണ്ണിനെ എന്ത് പാടില്ല, അവൾ അങ്ങനെയാണ് കല്യാണം കഴിച്ചതെങ്കിൽ വേറെ കല്യാണം കഴിക്കാൻ പാടില്ല. ഇനിയോ നീ വേറെ കെട്ടണം തോന്നുകയാണെങ്കിൽ അവളെ തൊലാക്കി വലിയ കെട്ടാനേ പറ്റുള്ളൂ. കാരണം ഇത് നടന്നുകൊണ്ടിരിക്കെ പറ്റൂല. അപ്പൊ അങ്ങനെ ആൾ ചെയ്താൽ ഈ പെണ്ണിന് ഇത് തുടർന്ന് കൊണ്ടുപോകാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് അവസാനിപ്പിക്കാനുള്ള ഓപ്ഷനും ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനിയിപ്പോ നമ്മൾ ചിലപ്പോ പൊതുവെ ഷർത്ത് വെക്കാണ്, കച്ചവടത്തിന് മുമ്പ് ഞാൻ ഈ കാർ നിനക്ക് വിൽക്കാം, പക്ഷെ ഈ കാർ നീ ശരിയാക്കണം. അതിപ്പോ സാധാരണ കച്ചവടം നടത്തുമ്പോ കാർ ശരിയാക്കുക എന്നുള്ള ഷർത്ത് ആര് വെച്ചതാ? ഇല്ലല്ലോ, ഇല്ല. അപ്പൊ ഇയാൾ പറയാണ് ഈ കാർ ശരിയാക്കണം, ആ നിബന്ധനയിൽ ഈ കാറ് ഞാൻ വിൽക്കുകയാണ്, എനിക്ക് വാങ്ങാം എന്ന് പറഞ്ഞാൽ ആ ഷർത്ത് അയാൾ രണ്ടുപേരും തൃപ്തിപ്പെട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഷർത്ത് പാലിക്കപ്പെട്ടിട്ട് എന്ത് ചെയ്യുള്ളൂ? കച്ചവടം നടത്താൻ പാടുള്ളൂ എന്ന് നമുക്ക് കാണാൻ പറ്റും. എന്താ തെളിവ്? ഇതിനൊക്കെയുള്ള തെളിവ് എന്താ? തെളിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഔഫൂ ബിൽ ഉഖൂദ്, നിങ്ങൾ അത് പൂർത്തിയാക്കണം, നിങ്ങൾ കരാറുകൾ പാലിക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിൽ പെട്ടതാണ് ഈ പറയപ്പെട്ടതൊക്കെ. മുസ്ലിങ്ങൾ പരസ്പരം വെക്കുന്ന ഷർത്തുകളൊക്കെ കരാറുകളായിട്ടാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തമായ ഹദീസ്, അൽ മുസ്ലിമൂന അലാ ശുറൂത്തിഹിം ഇല്ലാ ശർത്തൻ അഹല്ല ഹറാമൻ ഔ ഹറമ ഹലാലൻ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി, മുസ്ലിമുകൾ അവരുടെ ഷർത്തിലാണ്, ഹറാമിനെ ഹലാലാക്കുകയോ ഹലാലിനെ ഹറാമാക്കുകയോ ചെയ്താലില്ല. പിന്നെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാക്കാന മിൻ ഷർത്തിൻ, ഏത് ഷർത്താകട്ടെ, ലൈസ ഫീ കിതാബില്ല, അള്ളാന്റെ ഹുക്കുമിൽ അള്ളാന്റെ വിധിയിലില്ലയോ, ഫഹു ബാത്തിലുൻ, അത് ബാത്തിലാണ്. അപ്പൊ നമുക്ക് 3 വിഭാഗം നിബന്ധനകൾ നമ്മളുടെ ഇടപാടുകളിൽ കാണാം. ഒന്ന് ശരിയായ ഷർത്തുകൾ, ശരിയായ നിബന്ധനകൾ. അതെങ്ങനെ നമ്മൾ ക്ലിപ്തപ്പെടുത്തുക? ശരിയായ നിബന്ധന ശറഈനെതിരല്ലാത്തത്, അവർക്ക് 2 കൂട്ടർക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് ഒരു മസ്ലഹത്തിന് വേണ്ടി
എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടുന്നതിന് വേണ്ടി വെച്ച ഷർത്താണ്. ഒന്ന് കച്ചവടത്തിലോ അല്ലെങ്കിൽ അവിടെ ഓൾറെഡി ഉള്ള ഷർത്തുകൾ ഉണ്ടാകും, അത് പിന്നെ പ്രത്യേകം ഷർത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഒരു കച്ചവടം നടന്നാൽ അതിലൂടെ നമുക്ക് അനിവാര്യമാകുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും അതിന് പ്രത്യേകം നമ്മൾ ഷർത്ത് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ചില കാര്യങ്ങൾ പ്രത്യേകം പറയേണ്ടി വരും. അത് ശറഇനെതിരാകാതെ ഇരിക്കുകയും ചെയ്താൽ ആ ഷർത്ത് പാലിക്കൽ നിബന്ധനയാണ്. ഒരു പെണ്ണ് പറയാണ് കല്യാണം കഴിക്കുമ്പോ ഞാൻ ഇതിന് തയ്യാറാണ്, പക്ഷെ എനിക്കൊരു വീടുണ്ടാക്കി തരണം, എനിക്കൊരു വീടുണ്ടാക്കി തരണം എന്നൊരു പെണ്ണ് ഷർത്ത് വെച്ചാൽ പിന്നെ എന്ത് ചെയ്യണം? വീടുണ്ടാക്കി കൊടുക്കണം. അതൊക്കെ ബുദ്ധിമുട്ടല്ല എന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ ഓളെ കെട്ടണ്ട, അത്രേ ഉള്ളൂ. അവിടെ കെട്ടണ്ട, വേറെ ഈ ഷർത്തൊന്നും ഇല്ലാത്ത പെണ്ണിനെ പോയി കെട്ടുക, അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഷർത്ത് നമ്മൾ അതൊക്കെ പിന്നീട് നമുക്കാണ് ശരിയാക്ക എന്ന രൂപത്തിലാണെങ്കിൽ പിന്നീട് ആ പെണ്ണ് പറയാണ് കുഴപ്പമില്ല എന്ന് പറയാത്തിടത്തോളം കാലം അത് പ്രശ്നം തന്നെയാണ്. ഇനി ബാത്തുലായത്, ഇപ്പൊ ഹറാമിനെ ഹലാലാക്കലോ പിന്നെ തിരിച്ചോ. ഇപ്പൊ ഒരു പെണ്ണ് പറയാണ് അല്ല കച്ചവടക്കാരൻ പറയാണ് ഞാൻ അവൾക്ക് മുന്തിരി വിൽക്കാം, മുന്തിരി തരാം, പക്ഷെ ഇത് കള്ളുണ്ടാക്കണം അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇല്ല, ആ നിബന്ധനയോടെ തന്നെ ആ കച്ചവടം പോയി. ഇനി ഒരു പെണ്ണിന്റെ വലിയ പറയാണ് സഹോദരനാണ് കല്യാണം കഴിച്ചു കൊടുക്കണേ, ഞാൻ അണക്കിന്റെ പെങ്ങളെ കെട്ടിച്ചേരാം, പക്ഷെ തിരിച്ചു ചെയ്യേണ്ട പെങ്ങളെ എനിക്ക് കെട്ടിച്ചേരണം. അങ്ങനെ ഷർത്ത് വെക്കാൻ ശറയിൽ പാടില്ല, ഷർത്ത് വെക്കാൻ പാടില്ല, ആ ഷർത്ത് തെറ്റാണ്. അത് പാടില്ലാത്ത നിക്കാഹായി തന്നെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഈ നിബന്ധന വെച്ച് ഇങ്ങനെ നിബന്ധന വെക്കുക, അത് നിർബന്ധിപ്പിക്കാനുള്ള പോലെ, അനക്ക് എന്റെ പെങ്ങളെ കെട്ടിച്ചേരാ, പക്ഷെ തിരിച്ച് എന്റെ പെങ്ങളെ എനിക്ക് എന്ത് ചെയ്യണം? കെട്ടിച്ച് തരണം എന്ന് നിബന്ധന വെക്കാൻ പാടില്ല. അത് അയാളെ ഇഷ്ടമാണ്, അയാൾ കെട്ടിച്ചെടുത്തോ ഓക്കെ. അങ്ങനെ നിബന്ധന വെച്ചാൽ അത് ആ ഷർത്ത് പൊളിയും. അല്ലെങ്കിൽ ഒരു പെണ്ണ് പറയാണ് ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ച, പക്ഷെ നിങ്ങൾ ആദ്യ ഭാര്യ നിങ്ങൾ തൊലാക്കല്ലാണ് എന്ന് പറഞ്ഞാൽ അതും ശറഅ നിരോധിച്ചതാണ്, പറ്റൂല. അങ്ങനെ ഹറാമിനെ ഹലാലാക്കുന്ന എന്തെങ്കിലുമൊക്കെ ഷർത്ത് വെച്ചാൽ ആ ഷർത്തിലൂടെ തന്നെ അത് പൊളിയും എന്നുള്ളതാണ്. എല്ലാ ഷർത്തും ശരിയാണെന്നുള്ളതാണ് അസ്ല്. തെറ്റാന്നുണ്ടെങ്കിൽ ശറഅ് പറയണം, ഇത് പറ്റാത്തതാണ് എന്ന് ശറഅ് പറയണം. ഇതാണ് ഇപ്പൊ ഒരു ഖായിദ. നമ്മൾ എന്ത് നമ്മൾ പൊതുവെ നമ്മുടെ നിത്യജീവിതത്തിൽ ഇടപാടുകൾ ചെയ്യുന്നവരാണ്. ഇബാദത്തുകൾക്കപ്പുറത്ത് നമ്മുടെ ഈ നിസ്കാരം നോമ്പതിനപ്പുറത്ത് നമ്മൾ കർമ്മശാസ്ത്രം നമ്മൾ ഒരുപാട് ഇടപാടുകൾ ചെയ്യുന്നു. വാടക കൊടുക്കൽ, അതേപോലെ തന്നെ കൂലിക്കാള് വിളിക്കൽ, അപ്രകാരം നിക്കാഹ്, കച്ചവടം നമ്മൾ സ്ഥിരം ചെയ്യണതാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ നിബന്ധനകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ നിബന്ധനകൾ പാലിക്കാനുള്ള കടമ ആർക്കുണ്ട്? നമുക്ക് ഉണ്ട്. നിബന്ധനകൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ നിബന്ധന ഹറാമിനെ ഹലാലാക്കാനോ ഹലാലിനെ ഹറാമാക്കാനോ പറ്റില്ല. എന്നാൽ ഹലാലിനെ തടയുക എന്ന് പറയുന്ന ഒരിക്കലും എന്തല്ല, ഹലാലിനെ ഹറാമാക്കലല്ല എന്ന് പ്രത്യേകം. അത് പലർക്കും സംശയമാണ് കേട്ടോ. ഈ ശറഅ് ഹലാലാക്കിയ ഒരു കാര്യത്തെ നിങ്ങൾ ഹറാമാക്കി എന്ന് പറയാൻ എന്തിന് വകുപ്പില്ല? ഈ ഖായിദയില് വകുപ്പില്ല. പൊതുവെ അങ്ങനെയാണ് ആളുകൾ പറയലുണ്ട് കേട്ടോ. ഹലാലായ ഒരു കാര്യമല്ലേ, അത് എങ്ങനെ ഹറാമാക്ക? അത് ഹറാമാക്കല്ല, അത് തടയാണ്. അത് പൊതുവെ നമ്മളെല്ലാ നിബന്ധനയിലും ഒരു മസ്ലഹത്ത് അവിടെ തടയപ്പെടുക എന്നുള്ളത് ഉണ്ടാകുമല്ലോ. അത് പ്രത്യേകം മനസ്സിലാക്കുക. ഇതാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഖായിദ. 2 ബൈത്താണ് നമ്മൾ പറഞ്ഞത്. വകുല്ലു ശർത്തിൻ ലാസിമുൻ ലിൽ ആഖിദി ഫിൽ ബൈഇ വന്നികാഹി വൽ മഖാസിദി ഇല്ലാ ശുറൂതൻ ഹല്ലലത് മുഹറമ ഔ അക്സഹു ഫബാത്തിലാതുൻ ഫഅലമാ. ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അല്ലാഹു നമുക്ക് കൂടുതലും പഠിക്കാനും മനസ്സിരുത്തി ആലോചിക്കാനും തൗഫീഖ് നൽകട്ടെ. ഇനിയൊരു 3-4 ഖായിദകൾ, അതിലപ്പുറം കൂടൂല. അത് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമ്മൾ ഈ കിതാബിൽ നിന്ന് ഇറങ്ങും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ 2 ഖായിദ ഉണ്ടാവും, അതിന്റെ അടുത്ത ക്ലാസ്സിൽ 2 ഖായിദ ഉണ്ടാവും. അതോടുകൂടി നമ്മൾ എന്ത് ചെയ്യും?
നമ്മുടെ കിതാബ് തീർക്കണം. അപ്പോൾ 2 ആഴ്ച കൊണ്ട് നമ്മൾ കിതാബ് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി ആഴത്തിലുള്ള എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ കർമ്മശാസ്ത്രമോ അങ്ങനെ നമ്മളെ നിത്യജീവിതത്തിലെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട നമുക്ക് ആഴത്തിൽ പഠിക്കാൻ അവസരം ഉണ്ടാക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ ഇരുത്തം കബൂൽ ചെയ്യുമാറാകട്ടെ. കൂടുതൽ പഠിക്കാൻ മനസ്സിരുത്തട്ടെ. അതാ അല്ലാഹു അലം വസല്ലല്ലാഹു അലാ നബിയിന വഹബീബിന മുഹമ്മദ് സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.